ഹരേ കൃഷ്ണ. ഹനുമാൻ കഥയിൽ തുളസിറാം ഭക്തകവിയായി തീർന്ന കഥയാണ് ഞാനിവിടെ പറയുന്നത്. കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് പണവും പദവിയും ദുരുപയോഗപ്പെടുത്തി അധോലോക സഞ്ചാരികളുമായി സുഹൃത്തുക്കളോട് ചേർന്ന് അസാൻമാർഗീയ ജീവിതം നയിച്ചും ചൂതുകളിച്ചും രാപ്പകൽ കഴിഞ്ഞു പണം മുഴുവൻ ദൂർത്തടിച്ചുമെന്നാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത്. അതായത് ആത്മാറാമിൻ്റെ മകനാണ് തുളസിറാം. ഈ തുളസിറാമാണ് മറ്റുള്ള സ്വഭാവത്തിലേക്ക് തിരിഞ്ഞത്. അങ്ങനെ തനിക്കും തൻ്റെ പിതാവിൻ്റെയും യശസ്സിന് കോട്ടം വരുത്തി. വനവാസ ജീവിതം നയിച്ചിരുന്ന ആത്മാറാം മകൻ്റെ വഴിതെറ്റിയുള്ള ജീവിതത്തെക്കുറിച്ചറിഞ്ഞ് സങ്കടപ്പെട്ടു. അദ്ദേഹം ഉടൻ തന്നെ നഗരത്തിൽ മടങ്ങിയെത്തുകയും മകനെ നല്ല വാക്കുകൾ പറഞ്ഞു ഉപദേശിക്കുകയും ചെയ്തു. പിതാവിനോട് എതിർത്ത് സംസാരിക്കാൻ തുളസിറാമിന് കഴിഞ്ഞില്ല. അങ്ങനെ കുറച്ചുനാൾ മര്യാദക്കാരനായി കഴിഞ്ഞുകൂടി. പുത്രൻ്റെ മനംമാറ്റത്തിൽ സന്തുഷ്ടനായ ആത്മാറാം മനസമാധാനത്തോട് വീണ്ടും തപോവനത്തിലേക്ക് യാത്ര തിരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സന്തോഷം നീണ്ടു നിന്നില്ല. ചില സുഹൃത്തുക്കളുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയ തുളസിറാം വീണ്ടും അസന്മാർഗീയ നടപടികൾ ആരംഭിച്ചു. അതോടെ പ്രശസ്തിയും ധനവും അഭിമാനവും ആരോഗ്യവുമെല്ലാം അയാൾക്ക് നഷ്ടപ്പെട്ടു. അവൻ സകലർക്കും ഒരു ഭീഷണിയായി തീർന്നു. വീണ്ടും പുത്രൻ ദുർമാർഗങ്ങളിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നുവെന്ന വാർത്ത കേട്ട് ആത്മാറാം വ്യാകുലനായി. അവന് നല്ല ബുദ്ധി കൊടുക്കണമേ എന്ന് അദ്ദേഹം ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ആത്മാറാം മകനെ വീണ്ടും ഗുണദോഷിച്ചു. എല്ലാത്തിനും കാരണം തൻ്റെ അമിതമായ വാത്സല്യം സ്വാതന്ത്ര്യവുമായിരിക്കുമെന്ന് ആ പിതാവ് വിശ്വസിച്ചു. ഇത്രയുമൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് നഗരത്തിലുള്ള അവൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് ആത്മാറാം നിശ്ചയിച്ചു. ആ തീരുമാനത്തോട് ആത്മാറാം രാജ്പൂരിൽ ഒരു വീട് കണ്ടുപിടിച്ച് തുളസിറാമിനെയും ഭാര്യയെയും ഡൽഹിയിൽ നിന്നും രാജ്പൂരിലേക്ക് മാറ്റി പാർപ്പിച്ചു. വീണ്ടും ആത്മാറാം വനവാസത്തിന് പോയി. ഹരേ കൃഷ്ണ. ഈ കഥാഭാഗത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ഭാഗത്ത്.